നമ്മൾ കളിയാക്കി ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ ഇതൊക്കെ എന്ത് വിഡ്ഢിത്തമാണ് എന്ന് തോന്നുന്ന ചില ട്രെൻഡുകൾ ഓർമ്മയില്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ടിക്ടോക്ക് വന്നപ്പോൾ പലരും നെറ്റി ചുളിച്ചത്. വെറുതെ ഡാൻസ് കളിക്കാനും ചുണ്ടനക്കാനും ഒരു ആപ്പോ? ഇതൊക്കെ ആര് കാണാനാണ്? പക്ഷെ ഇന്ന് ലോകം എവിടെ എത്തി നിൽക്കുന്നു? ടിക്ടോക്ക് വിനോദത്തിന്റെ രീതി തന്നെ മാറ്റിമറിച്ചു. സാധാരണക്കാർ ഒറ്റ രാത്രി കൊണ്ട് താരങ്ങളായി. സംഗീത ലോകത്തെ ഹിറ്റുകൾ തീരുമാനിക്കുന്നത് പോലും ടിക്ടോക്കായി. നമ്മൾ പുച്ഛിച്ചു തള്ളിയ ആ വിഡ്ഢിത്തം കോടിക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി. ഇതുപോലെ പോക്കിമോൻ കാർഡുകളും സ്നാപ്ചാറ്റും എല്ലാം തുടക്കത്തിൽ നിസ്സാരമായി തോന്നിയവയാണ്. ഇപ്പോൾ ഇതാ ആ പട്ടികയിലേക്ക് പുതിയൊരാൾ കൂടി വന്നിരിക്കുന്നു, ലബൂബു. വലിയ തലയും വിചിത്രമായ ശരീരവുമുള്ള ഈ കളിപ്പാട്ടത്തിന്റെ ആവശ്യക്കാർ കൂടി വരികയാണ്. ആയിരങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് ആളുകൾ ഇത് വാങ്ങിക്കൂട്ടുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു താൽക്കാലിക ഹൈപ്പ് ബബിൾ ആണെന്ന് തോന്നാം. പക്ഷെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏതൊരു പുതിയ ട്രെൻഡിനെയും അത്ര പെട്ടെന്ന് എഴുതി തള്ളാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: ലബൂബുവിന്റെ ഈ തരംഗത്തിന് പിന്നിൽ എന്താണ്? ഇത് നാളെയും നിലനിൽക്കുമോ? നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ട് ലബൂബു ഇപ്പോൾ ഇത്ര ഹരമായി? ലബൂബുവിന്റെ വിജയത്തിന് പിന്നിൽ പ്രധാനമായി 3 ഘടകങ്ങളുണ്ട്. 1. ബ്ലൈൻഡ് ബോക്സ് എന്ന കൗതുകം. ലബൂബു സാധാരണയായി വിൽക്കുന്നത് ബ്ലൈൻഡ് ബോക്സിലാണ്. അതായത് ബോക്സ് തുറക്കുന്നത് വരെ അതിനുള്ളിൽ ഏത് ഡിസൈനിലുള്ള കളിപ്പാട്ടമാണ് ഉള്ളതെന്ന് നമുക്ക് അറിയില്ല. ഇത് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലൊരു അനുഭവമാണ്. ആ കൗതുകവും അപൂർവമായ ഡിസൈൻ കിട്ടുമോ എന്ന പ്രതീക്ഷയുമാണ് ആളുകളെ വീണ്ടും വീണ്ടും വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. 2. ഓമനത്വം. ലബൂബു പരമ്പരാഗത കളിപ്പാട്ടങ്ങളെ പോലെ അതിമനോഹരമല്ല. അതിനൊരു പ്രത്യേക ആകർഷണ രീതിയുണ്ട്. ഒരേ സമയം ഓമനത്വവും എന്നാൽ അല്പം വികൃതിയുമുള്ള ഒരു ഭാവം. ഈ അവ്യക്തതയാണ് അതിൻ്റെ ശക്തി. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ കാണാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു. 3. ഇതൊരു സ്റ്റാറ്റസ് സിംബലാണ്. ഇന്ന് ലബൂബു കളിപ്പാട്ടം കയ്യിൽ ഉണ്ടാവുന്നത് വെറും ഒരു ഹോബി മാത്രമല്ല, അതൊരു സ്റ്റാറ്റസ് കൂടിയാണ്. അപൂർവമായ ലബൂബു സ്വന്തമാക്കുന്നത് വഴി ഞാനും ഈ പുതിയ ട്രെൻഡിന്റെ ഭാഗമാണ് എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. ഇത് നൈക്കി ഷൂസുകൾ വാങ്ങുന്നത് പോലെയാണ്. ഉപയോഗിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ കൂടിയാണ്. ഒരു കളിപ്പാട്ടത്തിനപ്പുറം ലബൂബുവിന് വളരാൻ കഴിയുമോ? ഇപ്പോഴത്തെ ഈ ഹൈപ്പ് മാത്രം വെച്ച് ലബൂബുവിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. അതിന് കളിപ്പാട്ടം എന്ന നിലയിൽ നിന്ന് വളരണം. അതിന് സാധ്യതയുള്ള വഴികൾ ഇവയാണ്. 1. വഴി കഥാപാത്രങ്ങളായി മാറുക. ലെഗോയും പോക്കിമോനും ബാർബിയുമെല്ലാം ചെയ്തത് ഇതാണ്. അവരൊന്നും വെറുതെ കളിപ്പാട്ടങ്ങളായി ഒതുങ്ങിയില്ല. അവയ്ക്ക് പിന്നിൽ ശക്തമായ കഥകളുണ്ടായി. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ സ്വഭാവവും ലോകവും ഉണ്ടാക്കി. ലബൂബുവിനും ഇതുപോലെ സ്വന്തമായൊരു ലോകം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ആളുകൾക്ക് കളിപ്പാട്ടത്തോട് മാത്രമല്ല ആ കഥാപാത്രങ്ങളോടും വൈകാരികമായ ഒരടുപ്പം തോന്നും. 2. വഴി ആരാധകരെ കൂടെ കൂട്ടുക. ലബൂബുവിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ ആരാധകർക്ക് അവസരം നൽകുക. പുതിയ ഡിസൈനുകൾ നിർദ്ദേശിക്കാനും ഫാൻ ആർട്ടുകൾ പ്രോത്സാഹിപ്പിക്കാനും കഥകൾ മെനയാനും അവസരങ്ങൾ നൽകുന്നത് ആരാധകരുമായുള്ള ബന്ധം ശക്തമാക്കും. അവർ വെറും ഉപഭോക്താക്കൾ എന്നതിലുപരി ആ ബ്രാൻഡിന്റെ ഭാഗമായി മാറും. 3. വഴി പുതിയ മാധ്യമങ്ങളിലേക്ക് ചേക്കേറുക. കളിപ്പാട്ടങ്ങളിൽ ഒതുങ്ങാതെ ആനിമേഷൻ സീരീസുകൾ, മൊബൈൽ ഗെയിമുകൾ, സിനിമകൾ, എന്തിന് AR ഫിൽറ്ററുകൾ വരെയായി ലബൂബുവിന് അതിന്റെ ലോകം വികസിപ്പിക്കാം. അങ്ങനെയാകുമ്പോൾ കളിപ്പാട്ടം കണ്ടിട്ടില്ലാത്തവർ പോലും ലബൂബു എന്ന കഥാപാത്രത്തെയും അതിന്റെ ലോകത്തെയും ഇഷ്ടപ്പെട്ടു തുടങ്ങും. തീർച്ചയായും ലബൂബു നാളെ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം. ഹൈപ്പിൽ വരുന്ന മിക്കവരുടെയും വിധി അതാണ്. പക്ഷേ ലബൂബു പ്രതിനിധീകരിക്കുന്നത് ഇന്നത്തെ ലോകത്തിലെ ഒരു വലിയ മാറ്റത്തെയാണ്. നമ്മളൊരു വസ്തുവിന്റെ ഉപയോഗത്തെക്കാൾ അത് നൽകുന്ന വൈകാരികമായ അനുഭവത്തിനും അത് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനും കൂടുതൽ വില നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ലബൂബു വെറും ഒരു ഹൈപ്പാണോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഹൈപ്പിന് അർത്ഥവ്യക്തമായ ഒന്നായി മാറാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കളിയാക്കി ചിരിക്കുകയും പിന്നീട് കൂടെ ജീവിക്കുകയും ചെയ്ത ആ പ്രതിഭാസങ്ങളുടെ കൂട്ടത്തിലേക്ക് ലബൂബുവും എത്തുമോ? കാത്തിരുന്ന് കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.